അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം 1ാം ഭാഗത്തിലെ 15ാമത്തെ പാഠം ദുന്നൂറൈനി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. പാഠം വായിക്കാം. ആരാണ് ഈ കിണർ വിലക്ക് വാങ്ങി ജനങ്ങളുടെ ഉപയോഗത്തിന് വിട്ടുകൊടുക്കുക? അവർക്ക് ഞാൻ സ്വർഗം വാഗ്ദാനം ചെയ്യുന്നു. മദീനയിൽ എങ്ങും ജലക്ഷാമം. ധാരാളം വെള്ളമുള്ള ഒരു കിണർ അവിടെയുണ്ട്. അത് ഒരു ജൂതൻ്റെ ഉടമസ്ഥതയിലാണ്. അയാൾ വെള്ളത്തിന് അമിതമായ വില ഈടാക്കുന്നു. ഈ ഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രഖ്യാപനം നടത്തിയത്. ഏത് പ്രഖ്യാപനം? ആരാണ് ഈ കിണർ വിലക്ക് വാങ്ങി ജനങ്ങളുടെ ഉപയോഗത്തിന് വിട്ടുകൊടുക്കുക, അവർക്ക് ഞാൻ സ്വർഗം വാഗ്ദാനം ചെയ്യുന്നു എന്ന പ്രഖ്യാപനം നടത്തിയത്. വലിയ വില കൊടുത്ത് കിണർ വാങ്ങാൻ സാധിക്കുന്ന ധനികരൊന്നും സ്വഹാബികളുടെ കൂട്ടത്തിലില്ല. എന്നാൽ ഈ പ്രഖ്യാപനം ഏറ്റെടുക്കാൻ ഒരു സ്വഹാബി തയ്യാറായി. അദ്ദേഹം പറഞ്ഞു, ഞാൻ വാങ്ങിക്കൊള്ളാം. 35,000 ദിർഹം നൽകി ജൂതൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹം കിണർ വാങ്ങി ജനങ്ങളുടെ ആവശ്യത്തിന് വിട്ടുകൊടുത്തു. അപ്പോൾ എത്ര ദിർഹം കൊടുത്തിട്ട് ആ കിണർ വാങ്ങിയത്? 35,000 ദിർഹം നൽകിയിട്ടാണ് ആ ജൂതനിൽ നിന്നും ആ കിണർ വാങ്ങിയത്. 3ാം ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു ആ സ്വഹാബി. ആ കിണർ വാങ്ങിയ സ്വഹാബി ആരാണ്? ബഹുമാനപ്പെട്ട 3ാം ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംഭാവന ആവശ്യപ്പെടുമ്പോഴെല്ലാം ആദ്യം വലിയ സഹായവുമായി എത്തുക അദ്ദേഹമായിരുന്നു. സമ്പത്തിൻ്റെ മിക്ക ഭാഗവും അദ്ദേഹം ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ചു. തുടക്കത്തിൽ ഇസ്ലാം സ്വീകരിച്ച പ്രമുഖരിൽ ഒരാളായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ പിതൃവ്യനായ ഹക്കം അദ്ദേഹത്തെ കെട്ടിയിട്ട് മർദ്ദിച്ചു. എന്നാൽ എന്ത് പീഡനമുണ്ടായാലും ഇസ്ലാം ഒഴികയില്ലെന്ന് കണ്ടപ്പോൾ ഹക്കം അദ്ദേഹത്തെ അഴിച്ചുവിട്ടു. അപ്പം ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പിതൃവ്യനായ ഹക്കം അദ്ദേഹത്തെ കെട്ടിയിട്ട് മർദ്ദിച്ചിരുന്നു. ആരാണ് മർദ്ദിച്ചത്? പിതൃവ്യനായ ഹക്കം. അവനാണ് എന്ത് ചെയ്യുന്നത്? ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ മർദ്ദിച്ചത്. അങ്ങനെ എന്ത് പീഡനം നടത്തിയിട്ടും അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് ഒഴിയില്ലെന്ന് കണ്ടപ്പോൾ ഹക്കം അദ്ദേഹത്തെ എന്ത് ചെയ്തു? അഴിച്ചുവിട്ടു. ശത്രുക്കളുടെ പീഡനങ്ങൾ സഹിക്കാനാവാതെ എത്യോപ്യയിലേക്ക് ഹിജറ പോയവരിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും ഭാര്യ റുഖയ്യ റളിയല്ലാഹു അൻഹയും ഉണ്ടായിരുന്നു. ശത്രുക്കളുടെ പീഡനം ഉണ്ടായ സമയത്ത് എത്യോപ്യയിലേക്ക് ഒരു ഹിജറ പോയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ആരുണ്ട്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്. അവിടുത്തെ ഭാര്യ റുഖയ്യ റളിയല്ലാഹു അൻഹയും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പുത്രിമാരെ അദ്ദേഹം വിവാഹം ചെയ്തിട്ടുണ്ട്. ആദ്യം റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു. അവരുടെ വഫാത്തിന് ശേഷം ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയെയും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ദുന്നൂറൈനി എന്ന പേര് ലഭിച്ചത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ദുന്നൂറൈനി എന്ന പേര് ലഭിച്ചത്? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2 മക്കളെ വിവാഹം ചെയ്തു എന്നതുകൊണ്ടാണ്. ഒന്നാമത്തെ വിവാഹം ചെയ്തു മഹദിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളാകുന്ന റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹയെ. മഹദി അവர்கள் വഫാത്തായതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റൊരു മകളാകുന്ന ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹുവിനെയാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർക്ക് ദുന്നൂറൈനി എന്ന പേര് വന്നത്. ഇനി അനാഥകളും വിധവകളുമായി നിരവധി ആളുകളെ സ്വന്തം ചെലവിൽ അദ്ദേഹം സംരക്ഷിച്ചിരുന്നു. അനാഥകളും വിധവകളുമായ നിരവധി ആളുകളെ സ്വന്തം ചെലവിൽ ബഹുമാനപ്പെട്ടവരെന്ത് ചെയ്തിരുന്നു? സംരക്ഷിച്ചിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സമാധാനപ്രിയനും നീതിമാനുമായിരുന്നു. ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ഇഷ്ടപ്പെടാതിരുന്ന ചിലർ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു. ആവശ്യം അന്യായമായതുകൊണ്ട് ഖലീഫ അത് പരിഗണിച്ചില്ല. ഇബ്നു സബഇ എന്ന ജൂതൻ മുസ്ലിം എന്ന വ്യാജേന പ്രവർത്തിക്കുകയും മുസ്ലിങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു.
ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ ജനങ്ങളെ സംഘടിപ്പിച്ചു. ഒരു കൂട്ടം ആളുകൾ അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞു. സ്വഹാബികൾ അതിനെ നേരിടാൻ തയ്യാറായെങ്കിലും മദീനയിൽ രക്തച്ചൊരിച്ചിൽ ഭയന്ന് അദ്ദേഹം അത് വിലക്കി. ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അന്ന് ആ കാലത്തുണ്ടായിരുന്ന ചില തീരുമാനങ്ങൾ അത് പരിഗണിച്ചില്ല. കാരണം അവരുടെ ആവശ്യം എന്തായിരുന്നു? അന്യായമായിരുന്നു. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടവർ അതിനെ അംഗീകരിച്ചില്ല. അപ്പോൾ ജൂതനായിരുന്ന ഇബ്നു സബ എന്ത് ചെയ്തു? മുസ്ലിങ്ങളെ കൂട്ടത്തിൽ മുസ്ലിമാണ് എന്ന രൂപത്തിൽ വന്നുകൊണ്ട് വ്യാജേന അവനെന്ത് ചെയ്തു? ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. അവൻ മുസ്ലിങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് എന്ത് ചെയ്തു? ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് എതിരിൽ ഒരു ടീമിനെ അവൻ ഉണ്ടാക്കിയെടുത്തു. എന്നിട്ട് അവനെന്താ ചെയ്ത്? ഒരു കൂട്ടം ആളുകൾ ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അവിടുത്തെ വീട് വളഞ്ഞു. അപ്പോൾ സ്വഹാബികൾ എതിർക്കാൻ നിന്നപ്പോൾ മദീനയിൽ രക്തച്ചൊരിച്ചിൽ ഉണ്ടാകരുത് എന്ന് വിചാരിച്ച് ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവരെന്ത് ചെയ്തു? വിലക്കി. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ മസ്ജിദിൽ പോകാൻ പോലും അവർ അനുവദിച്ചില്ല. പള്ളിയിലേക്ക് പോകാൻ പോലും അവർ അനുവദിച്ചില്ല. ദാഹജലം പോലും അവർ നിഷേധിച്ചു. ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് വെള്ളം പോലും കൊടുക്കാതെ അവരെന്ത് ചെയ്തു? വെള്ളത്തെ പോലും നിഷേധിച്ചു. 18 ദിവസം നീണ്ടു നിന്ന ഉപരോധത്തിനൊടുവിൽ ഹിജറ 35-ാം വർഷം ദുൽഹിജ്ജ 18 തിങ്കളാഴ്ച കലാപകാരികൾ അദ്ദേഹത്തെ വധിച്ചു. അപ്പോൾ ആ കലാപം നടത്തിയിരുന്ന ആ വിഭാഗം എന്ത് ചെയ്തു? ബഹുമാനപ്പെട്ടവരെ ദുൽഹിജ്ജ 18-ന് ഹിജറ എത്രാം വർഷം? ഹിജറ 35-ാം വർഷം ദുൽഹിജ്ജ 18 തിങ്കളാഴ്ച കലാപകാരികൾ എന്ത് ചെയ്തു? അദ്ദേഹത്തെ വധിച്ചു. ഹിജറ 35-ാം വർഷം ദുൽഹിജ്ജ മാസം ദുൽഹിജ്ജ 18-ന് തിങ്കളാഴ്ചയാണ് ബഹുമാനപ്പെട്ടവരെന്ത് ചെയ്യുന്നത്? വഫാത്താകുമ്പോൾ 82 വയസ്സായിരുന്നു. സ്വർഗത്തിൽ എൻ്റെ കൂട്ടുകാരനാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. 12 വർഷം ഭരണം നടത്തിയ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി. പ്രധാന ഭരണ പ്രവർത്തനങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രധാന ഭരണ പ്രവർത്തനങ്ങൾ എത്ര വർഷമാണ് അപ്പോൾ ഭരണം നടത്തിയത്? ബഹുമാനപ്പെട്ടവർ 12 വർഷമാണ് ഭരണം നടത്തിയത്. ഇനി പ്രധാനപ്പെട്ട ഭരണപ്രവർത്തനങ്ങൾ: കരാർ ലംഘിച്ച് വിപ്ലവത്തിനൊരുങ്ങിയ രാജ്യങ്ങളോട് യുദ്ധം ചെയ്ത് അക്രമം അമർച്ച ചെയ്തു. രണ്ടാമത്തേത്, പേർഷ്യൻ സാമ്രാജ്യം പൂർണ്ണമായും മുസ്ലിങ്ങൾക്ക് അധീനമാക്കി. അടുത്തത്, കപ്പലുകൾ നിർമ്മിച്ച് നാവിക സൈന്യം രൂപീകരിച്ചു. റോമക്കാരുടെ അധീനതയിലായിരുന്ന ഖുബ്രസ് ദ്വീപ്, തൊറാബുൽസ് മുതൽ ത്വഞ്ച വരെയുള്ള ഉത്തരാഫ്രിക്കൻ പ്രദേശങ്ങൾ ഇസ്ലാമിക ഭരണത്തിനു കീഴിലാക്കി. അബൂബക്കർ റളിയല്ലാഹു അൻഹു എഴുതി സൂക്ഷിച്ച മുസ്ഹഫ് ആധാരമാക്കി ഖുർആൻ പകർപ്പുകൾ തയ്യാർ ചെയ്ത് പഠിപ്പിക്കാനുള്ള ഖാരിഉകളോടൊപ്പം അവ വിവിധ ഇസ്ലാമിക പട്ടണങ്ങളിലേക്ക് അയച്ചു കൊടുത്തു. ജനങ്ങൾ വർദ്ധിച്ചപ്പോൾ ജുമുഅയ്ക്ക് ഒരു അദാൻ കൂടി ഏർപ്പെടുത്തി, ഒരു ബാങ്ക് കൂടി ഏർപ്പെടുത്തി. അൽ മസ്ജിദുൻ നബവി വിശാലമാക്കി. റോഡുകളും പാലങ്ങളും നിർമ്മിച്ചു. സത്രങ്ങൾ പണി കഴിപ്പിച്ചു. പിന്നെ ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്തു. ഇതൊക്കെ ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന ഭരണപ്രവർത്തനങ്ങളായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന ഭരണപ്രവർത്തനങ്ങളാണ് ഈ പറഞ്ഞേക്ക്. ഈ സത്രങ്ങൾ എന്ന് പറഞ്ഞാൽ വഴിയിൽ വിശ്രമകേന്ദ്രം നിർമ്മിച്ചു. വഴിയിൽ വിശ്രമകേന്ദ്രം ഉണ്ടാക്കുന്നതിനാണ് സത്രങ്ങൾ എന്ന് പറയുന്നത്. റഫീഖി ഫിൽ ജന്ന ഉസ്മാൻ, സ്വർഗത്തിൽ എൻ്റെ കൂട്ടുകാരൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ ഒന്നാമത്തെ നഖ്റഉ വ നഫ്ഹം വായിച്ച് മനസ്സിലാക്കാനുള്ളത് തബറുഅ് സംഭാവന, ഹബശ എത്യോപ്യ, ഹിസാർ എന്ന് പറഞ്ഞാൽ ഉപരോധം, ഐത്താം എന്ന് പറഞ്ഞാൽ അനാഥകളെ, ഇൽത്തിഹാദ് എന്ന് പറഞ്ഞാൽ പീഡനം, മുസാഅദ സഹായം, ആദിൽ നീതിമാൻ, മുവല്ലഫ് ഉദ്യോഗസ്ഥൻ, അർമല എന്ന വിധവകൾ, ഫഖർ എന്ന ദാരിദ്ര്യം. ബാക്കിയുള്ള വാക്യങ്ങൾ മനസ്സിലാക്കി കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിൻ്റെ അടിഭാഗത്തായിട്ട് പറയുന്നുണ്ട്. പിന്നെ ദുന്നൂറൈൻ എന്ന് പറഞ്ഞാൽ എന്താ? 2 പ്രകാശത്തിൻ്റെ ഉടമ എന്നാണ് ദുന്നൂറൈൻ എന്ന് പറഞ്ഞാൽ. ആ പേര് വന്ന് നബി തങ്ങളെ 2 മക്കളെ വിവാഹം ചെയ്ത് നമ്മൾ പറഞ്ഞു.
തൊഞ്ച എന്ന് പറഞ്ഞാൽ വടക്കേ ആഫ്രിക്കയിലെ ഒരു സ്ഥലമാണെന്ന് പറയുന്നുണ്ട്. തൊറാബിൾസ് എന്ന് പറഞ്ഞാൽ ലിബിയയുടെ തലസ്ഥാനമായ ട്രിപ്പോളിയാണെന്ന് പറയുന്നുണ്ട്. ബിഇർ റൂമ എന്ന് പറഞ്ഞ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വാങ്ങി പൊതു ആവശ്യത്തിന് സംഭാവന ചെയ്ത മദീനയിലെ കിണറിൻ്റെ പേര് ബിഇർ റൂമ. അതൊക്കെ തദ്രീബാത്തിലെ അർത്ഥത്തിൻ്റെ ഭാഗത്ത് പറയുന്നുണ്ട്. ഇനി രണ്ടാമത്തെ നുജീബ് ഉത്തരം എഴുതാനാണ്. ഒന്ന്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ത് വില കൊടുത്താണ് കിണർ വാങ്ങിയത്? ആൻസർ 35,000 ദിർഹം നൽകി. രണ്ട്, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ 2 ഭാര്യമാർ ആരെല്ലാം? റുഖിയ ബീവി റളിയല്ലാഹു അൻഹ, ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ. 3, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ദുന്നുറൈനി എന്ന പേര് വരാൻ കാരണം? ആൻസർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 മക്കളെ വിവാഹം ചെയ്തതുകൊണ്ട്. 4, ഉസ്മാൻ റളിയല്ലാഹു അൻഹു എത്ര വർഷം ഭരണം നടത്തി? ആൻസർ 12 വർഷം. 5, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തെ കലാപത്തിൻ്റെ സൂത്രധാരൻ ആരായിരുന്നു? ആൻസർ ഇബ്നു സബഅ. 6, വഫാത്താകുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് എത്ര വയസ്സുണ്ടായിരുന്നു? ആൻസർ 82 വയസ്സ്. 8, ഉത്തരാഫ്രിക്കയിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ഭരണം നടപ്പിലാക്കിയ സ്ഥലങ്ങൾ ഏതെല്ലാം? ആൻസർ ഖുബ്രസ് ദ്വീപ്, തൊറാബിൾസ് മുതൽ തൊഞ്ച വരെയുള്ള പ്രദേശങ്ങൾ. 9ാമത്തെ ചോദ്യം, ഉസ്മാൻ റളിയല്ലാഹു അൻഹു വാങ്ങി പൊതു ആവശ്യത്തിന് വിട്ടുകൊടുത്ത കിണറിൻ്റെ പേരെന്ത്? ആൻസർ ബിഇർ റൂമ. ഇനി നംലഉൽ ഫറാഗ് വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ് 3ാമത്തേത്. അതിൽ 1, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ പകർപ്പുകൾ തയ്യാർ ചെയ്ത് പ്രധാന പട്ടണങ്ങളിലേക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ ഡാഷിൻ്റെ അവിടെ പകർപ്പുകൾ എന്നാണ് എഴുതേണ്ടത്. 2, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഡാഷ് സൈന്യം രൂപീകരിച്ചു, നാവിക സൈന്യം രൂപീകരിച്ചു. 3, സ്വർഗത്തിൽ എൻ്റെ കൂട്ടുകാരനാണ് ഡാഷ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്വർഗത്തിൽ എൻ്റെ കൂട്ടുകാരനാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. 4, ഉസ്മാൻ റളിയല്ലാഹു അൻഹു സമാധാനപ്രിയനും ഡാഷുമായിരുന്നു, നീതിമാനുമായിരുന്നു. സമാധാനപ്രിയനും നീതിമാനും. 5, ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസ്ലിമായപ്പോൾ ഡാഷ് അദ്ദേഹത്തെ കെട്ടിയിട്ടു മർദ്ദിച്ചു. ആരാണ്? ഹക്കമ് അദ്ദേഹത്തെ കെട്ടിയിട്ട് മർദ്ദിച്ചു. ഇനി അടുത്തത് എഴുതാനുള്ളത് നംലഉൽ ജദ്വല പട്ടിക കോളം പൂർത്തിയാക്കാനാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽ അവിടെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അവിടെ എഴുതി കൊടുക്കണം. ഒന്നാമതായിട്ട് അവിടെ കൊടുത്തിട്ടുള്ളത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മറ്റൊരു പേരാണ്. മറ്റൊരു പേരെന്താ? ദുന്നൂറൈൻ. ഭരണവർഷം, ബഹുമാനപ്പെട്ടവർ എത്ര വർഷമാണ് ഭരണം നടത്തിയെന്നാണ്. എത്ര വർഷം? 12 വർഷം. അടുത്ത് പ്രധാനപ്പെട്ട ഒരു സംഭാവന, ബഹുമാനപ്പെട്ടവർ നൽകിയ പ്രധാനപ്പെട്ട ഒരു സംഭാവന ഇതാണ്. എന്താണത്? ജൂതൻ്റെ കയ്യിൽ നിന്നും 35,000 ദിർഹം നൽകി ബിഇർ റൂമ വാങ്ങി. ആ കിണർ ബിഇർ റൂമ എന്ന് പറയുന്ന കിണർ എന്ത് ചെയ്തു? വാങ്ങി എന്നുള്ളതാണ്. ഇനി അടുത്തത് ഭാര്യമാർ, റുഖിയ ബീവി റളിയല്ലാഹു അൻഹ, ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ. വയസ്സ് 82 വയസ്സ്. ഖുർആൻ സേവനം, ഖുർആൻ പകർപ്പുകൾ തയ്യാർ ചെയ്തു. ബഹുമാനപ്പെട്ടവർ മുസ്ഹഫ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ക്രോഡീകരിച്ച് വെച്ച മുസ്ഹഫ് എന്ത് ചെയ്തു? പകർപ്പുകൾ തയ്യാറാക്കി എന്നുള്ളതാണ്. അടുത്ത രാഷ്ട്ര വികസനം, പേർഷ്യ മുഴുവൻ മുസ്ലിങ്ങൾക്ക് അധീനമാക്കി. അടുത്ത മസ്ജിദ് നിർമ്മാണം, മസ്ജിദ് നബവി വിശാലമാക്കി. ത്യാഗം, എത്യോപ്യയിലേക്ക് ഹിജ്റ പോയി. ഇങ്ങനെ ആ കോളങ്ങൾ പൂർത്തിയാക്കുക. ഇനി 5ാമത്തെ നുഇദ് ഫിഖ്റ എണ്ണിക എഴുതാനാണ്. 1, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ദാനശീലം നോക്കാം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വലിയ സമ്പന്നരായിരുന്നു. സമ്പത്തിൻ്റെ മിക്ക ഭാഗവും അദ്ദേഹം ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ചു. മദീനയിൽ ഏറ്റവും വലിയ ജലക്ഷാമം അനുഭവപ്പെടുകയും ഒരേയൊരു കിണർ ജൂതൻ്റെ കയ്യിൽ ആയിരിക്കെ അത് ആര് വാങ്ങുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഏറ്റെടുക്കുകയും 35,000 ദിർഹം കൊടുത്ത് അത് ജൂതൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി പൊതുജനങ്ങൾക്ക് നൽകി. മറ്റൊരു പ്രവർത്തനമാണ് അനാഥകളും വിധവകളുമായ നിരവധി ആളുകളെ സ്വന്തം സമ്പത്തിൽ നിന്ന് ചെലവ് നൽകി അദ്ദേഹം സംരക്ഷിച്ചു. 2ാമത്തെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ. മസ്ജിദ് നബവി വിശാലമാക്കി, റോഡുകളും പാലങ്ങളും നിർമ്മിച്ചു, വഴിയിൽ വിശ്രമ കേന്ദ്രങ്ങൾ നിർമ്മിച്ചു, ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്തു. ഇനി 3ാമത്തെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്ത്. ഇബ്നു സബഅ എന്ന ജൂതൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ ജനങ്ങളെ സംഘടിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മസ്ജിദിലേക്ക് പോകാൻ പോലും അവർ അനുവദിച്ചില്ല. ദാഹജലം പോലും അവർ നിഷേധിച്ചു. 18 ദിവസം നീണ്ടുനിന്ന ഉപരോധത്തിന് ഒടുവിൽ ഹിജ്റ 35-ാം വർഷം ദുൽഹിജ്ജ 18 തിങ്കളാഴ്ച
കലാപകാരികൾ അദ്ദേഹത്തെ വധിച്ചു. വഫാത്താകുമ്പോൾ അദ്ദേഹത്തിന് 82 വയസ്സായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇതോടെ ഈ പാഠത്തിലെ തദ്രീബാത്തും കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ബറക്കത്ത് കൊണ്ട് നമുക്കെല്ലാവർക്കും നാഫിയായ ഇൽമ് നൽകുമാറാകട്ടെ. പഠിക്കാനും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. പഠിക്കുന്ന വിഷയത്തിലും പഠിപ്പിക്കുന്ന വിഷയത്തിലും അല്ലാഹു തആല ഹിക്മത്തോടുകൂടെ കാര്യങ്ങൾ പറഞ്ഞു തരാനും മനസ്സിലാക്കാനും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.